നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിടിച്ചകത്തിടുമോ? കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് നിയമത്തിന്റെ വഴിക്ക് പോകാൻ CPMഉം സർക്കാരും തീരുമാനിച്ചത്. കേരള യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജഡ്ജ് ജോസ് N സിറിലിന്റേതാണ് ഉത്തരവ്. SN ട്രസ്റ്റിന് കീഴിലുള്ള നെടുങ്കണ്ടം ട്രെയിനിംഗ് കോളേജ് മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ R പ്രവീണിനെ വ്യക്തമായ കാരണമില്ലാതെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഉത്തരവ് റദ്ദ് ചെയ്ത് പ്രവീണിനെ തിരിച്ചടക്കണമെന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് നടപടി. കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പ്രവീൺ നൽകിയ ഹർജിയിലാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കോടതി ഉത്തരവ് പാലിക്കാതിരുന്നതിന് ക്ഷമാപണം പോലും നടത്താൻ തയ്യാറായില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. SN ട്രസ്റ്റ് മാനേജർ എന്ന നിലയ്ക്കാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടി. ഈ മാസം 19-ന് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നാണ് ഉത്തരവ്. കൂടാതെ പരാതിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 4 ആഴ്ചയ്ക്കകം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. വെള്ളാപ്പള്ളി ഞെട്ടിപ്പോയ ഉത്തരവായിരുന്നു ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMവുമായി ഉടക്കി നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ വലയിലാക്കാൻ പാർട്ടി ശ്രമിച്ചു വരുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന മട്ടിൽ കോടതി ഉത്തരവെത്തിയത്. ഇനി വെള്ളാപ്പള്ളിയെ CPM ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് പോലെ ശരിയാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ തോൽപ്പിച്ച ഒരു പ്രധാന ഘടകം ഈഴവ വോട്ടുകളുടെ ചോർച്ചയാണെന്ന് പാർട്ടിക്കറിയാം. അതിനാൽ ഈഴവ മേഖലകളിൽ വോട്ടുറപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. SNDP ഇല്ലാതാക്കി ഈഴവർക്കിടയിൽ വോട്ട് പിടിക്കുകയാണ് ലക്ഷ്യം. വെള്ളാപ്പള്ളിയെ നശിപ്പിക്കാനാണ് CPM തീരുമാനം. MV ഗോവിന്ദനാണ് ഇത്തരമൊരു നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മുഹമ്മ മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ശാഖാ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പാനലിനെതിരെ CPM പ്രവർത്തകർ മത്സരിച്ച പാനൽ വിജയിച്ചു. എന്നാൽ ഇത്തരമൊരു നീക്കം പാർട്ടി നടത്തുന്നില്ലെന്നാണ് സ്വയം പറയുന്നത്. എന്നാൽ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ CPM യോഗത്തിനെതിരെ ഗോൾ അടിച്ച് മുന്നേറുകയാണ്. വെള്ളാപ്പള്ളിയുടെ സ്വന്തം കണിച്ചുകുളങ്ങര യൂണിയന് കീഴിലുള്ള ചാരമംഗലം 539 നമ്പർ ശാഖയിലാണ് CPM പാനൽ വിജയിച്ചത്. CPM പാനൽ വന്നതോടെ ഔദ്യോഗിക പക്ഷം പാനൽ പിൻവലിക്കുകയും CPM പാനലിനെ വിജയിക്കാൻ അനുവദിക്കുകയും ചെയ്തു. റാവു എന്നയാളാണ് CPM പാനലിലെ പ്രസിഡന്റ്. കളിച്ചുകുളങ്ങരയിൽ തന്നെ CPM കളമുറപ്പിച്ചത് വെള്ളാപ്പള്ളിക്കുള്ള മറുപടിയാണ്. ഇതിനിടയിലാണ് വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സജീവമായത്. വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടാണ് പിണറായിക്കുള്ളത്. എന്നാൽ ഇതിനോട് പാർട്ടി സെക്രട്ടറി യോജിക്കുന്നില്ല. അടിക്കടി എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെതിരെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് പിണറായി നൽകിയ സഹായം ചരിത്രത്തിന്റെ ഭാഗമാണ്. തുഷാറിന്റെ പിതാവ് വെള്ളാപ്പള്ളി നടേശനെതിരെ കോടതി ഉത്തരവിട്ട മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അട്ടിമറിക്കാനാണ് CPM നീക്കം നടത്തിയത്. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായിരുന്നു ചാഴിക്കാടൻ. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്ന ഈഴവ വോട്ടുകൾ ഇല്ലാതാക്കി ഇടതുമുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനാണ് പിണറായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത്. കോട്ടയം പാർലമെന്റിലെ വൈക്കം, കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകൾ നിർണായകമാണ്. മൈക്രോ ഫിനാൻസ് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് ഇലക്ഷൻ കാലത്താണ്. വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിലാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടേതാണ് ഉത്തരവ്. അന്വേഷണം പൂർത്തിയാക്കി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. SNDP യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ 15 കോടിയിലധികം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു VSന്റെ പരാതി. പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളി 1-ാം പ്രതിയാക്കി കേസെടുത്തു. സംസ്ഥാനത്തുടനീളം 124 കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം റേഞ്ച് SP ഹിമേന്ദ്രനാഥാണ് അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ചത്. വിജിലൻസ് അന്വേഷിച്ചതിൽ 5 കേസുകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത്. മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. 54 കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. അന്വേഷണം നടക്കുന്നതിനിടെ എല്ലാ ശാഖകളിൽ നിന്നും പണം തിരികെ അടച്ച് വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് തലയൂരിയിരുന്നു. സാമ്പത്തിക നഷ്ടം വന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇതോടെ വിജിലൻസും പിന്നോട്ട് പോയി. അന്വേഷണം അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട് VSനെ തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് നൽകി. മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ കോർഡിനേറ്ററായിരുന്ന മഹേഷൻ അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു.
സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ആക്ഷേപമുയർന്നിരുന്നു. ഈ ആത്മഹത്യാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ VS അച്യുതാനന്ദന് വേണ്ടി മകൻ കോടതിയിൽ ഹാജരായിരുന്നു. ഇതേ മകനെ ഉപയോഗിച്ച് കേസിൽ നിന്ന് തലയുരാനാണ് പിണറായി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ ശ്രമം. കഴിഞ്ഞ സിറ്റിംഗിൽ VSന്റെ മകൻ അരുൺകുമാർ കോടതിയിൽ ഹാജരായി തന്റെ പിതാവ് രോഗാതുരനാണെന്ന് അറിയിച്ചിരുന്നു. കേസുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെന്ന മട്ടിലാണ് അരുൺകുമാർ സംസാരിച്ചത്. ഇത് CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. എന്നാൽ കേസുമായി മുൻപോട്ട് പോകാനാണ് കോടതി തീരുമാനിച്ചത്. VSന്റെ പ്രഖ്യാപിത ശത്രുവാണ് വെള്ളാപ്പള്ളി. VSന് തീരെ ശരീരസുഖമില്ലാത്ത സാഹചര്യത്തിൽ കേസ് തള്ളിപ്പോകുമെന്നാണ് വെള്ളാപ്പള്ളി കരുതിയത്. എന്നാൽ കോടതി കർശന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇത് പിണറായി പ്രതീക്ഷിച്ചില്ല. പിണറായിയും വെള്ളാപ്പള്ളിയുമായി സുശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് കേസുകൾ അട്ടിമറിച്ചത്. വിജിലൻസ് ഭരിക്കുന്ന പിണറായി പറയുന്ന മാതൃകയിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ പെരുമാറുക. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസായതിനാൽ സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെ ഉണ്ടായ വൻ എതിർപ്പുകളെ നേരിടാനായിരുന്നു സർക്കാർ മുൻകൈയെടുത്ത് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. ഇതിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. വനിതാ മതിലടക്കം തീർത്ത് മുൻപോട്ട് പോയ സമിതി തന്നെ നിർജീവമായി. എക്കാലം വെള്ളാപ്പള്ളിയെ സഹായിക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളിക്ക് ഡിലീറ്റ് നൽകാൻ പോലും പിണറായി തീരുമാനിച്ചിരുന്നു. കാന്തപുരത്തിനും വെള്ളാപ്പള്ളി നടേശനും ഡിലീറ്റ് നൽകാനുള്ള നീക്കം ഗവർണറാണ് പൊളിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയും മന്ത്രി മുഹമ്മദ് റിയാസ് കാന്തപുരത്തിനു വേണ്ടിയും സർവകലാശാല ഉന്നതരോട് ശുപാർശ ചെയ്തെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറെ അറിയിച്ചത്. ഇത് വിവാദമായപ്പോൾ കാന്തപുരം ഡിലീറ്റ് വേണ്ടെന്ന് പ്രഖ്യാപിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും വെള്ളാപ്പള്ളി നടേശനും ഡിലിറ്റ് നൽകാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നീക്കത്തിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വർദ്ധിത വീര്യത്തോടെ രംഗത്തിറങ്ങിയത്. രാഷ്ട്രപതിക്ക് പോലും ഡിലിറ്റ് ബിരുദം നൽകുവാൻ വിസമ്മതിച്ചിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാല ഇവർ രണ്ടുപേർക്കും ഡിലിറ്റ് ബിരുദം നൽകി ആദരിക്കാനുള്ള പ്രമേയം അനുഭാവപൂർവ്വം പരിഗണിച്ചത്. ജാതിമത പ്രീണനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് പ്രമേയം അവതരിപ്പിക്കുവാൻ അപ്രധാനിയായ ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് വൈസ് ചാൻസലർ അനുമതി നൽകിയതെന്ന് പരാതിയിൽ ആരോപിച്ചു. സർവകലാശാലയെ ഉപയോഗിച്ച് സമുദായങ്ങളെ കൂടെ നിർത്താനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഡോക്ടറേറ്റ് നൽകാനുള്ള കാലിക്കറ്റിന്റെ തീരുമാനം. സർവകലാശാലകൾ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകിയിട്ടുള്ളവരുടെ സംഭാവനകൾ പരിശോധിച്ച ശേഷം ഇവർ രണ്ടുപേരും സാംസ്കാരിക വൈജ്ഞാനിക മേഖലകൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വ്യക്തമാക്കുവാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാവണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദിന് ഡിലീറ്റ് നൽകണമെന്ന് ഗവർണർ കേരള സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർവകലാശാല അത് നിരസിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമന വിവാദത്തിൽ മുൻ മന്ത്രി KT ജലീലിനെതിരെ വിവാദ വെളിപ്പെടുത്തലുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നപ്പോഴും പിണറായി ഇടപെട്ടു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ VC ആക്കണമെന്നത് ആവശ്യമായിരുന്നു എന്ന് ജലീൽ നേരിട്ട് പറഞ്ഞു എന്നാണ് വെള്ളാപ്പള്ളി വെളിപ്പെടുത്തിയത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC ആയി മുബാറക് പാഷയെ നിയമിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവും അമർഷവുമാണ് സർക്കാരിനെതിരെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പിണറായി പറഞ്ഞതോടെ വെള്ളാപ്പള്ളി പിന്മാറി. കോട്ടയത്ത് തുഷാറിനെ മത്സരിപ്പിക്കാൻ നടേശൻ തീരുമാനിച്ചപ്പോൾ പിണറായിക്ക് എതിർക്കാമായിരുന്നു. CPM മത്സരിക്കുന്ന ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിണറായി എതിർക്കുമായിരുന്നു. കോട്ടയം ഘടകകക്ഷിയുടെ സീറ്റായതിനാലാണ് പിണറായി പ്രതികരിക്കാതിരുന്നത്. CPIയുടെ സീറ്റുകളിലും CPM ഇത്തരം തൊഴുത്തിൽ കുത്തു നടത്തിയിരുന്നു. പ്രതികരിക്കാൻ CPIക്ക് കഴിയാത്തതിനാൽ ഒന്നും സംഭവിച്ചില്ല. SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി എന്ന KK മഹേഷിന്റെ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതി ചേർക്കാൻ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സ്വന്തം സർക്കാർ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, മാനേജർ KL അശോകൻ എന്നിവരെയും പ്രതി പട്ടികയിൽ ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. 3 പേർക്കുമെതിരെ ആത്മഹത്യാ കുറ്റമാണ് ചുമത്തുക. മഹേഷിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. 2020 ജൂലൈയിലാണ് കണിച്ചുകുളങ്ങരയിലെ SNDP ഓഫീസിനകത്ത് മഹേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ ആത്മഹത്യ തന്നെയാണെന്ന് കണ്ടെത്തിയിരുന്നു. വെള്ളാപ്പള്ളിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും പ്രത്യേകമായി കത്തെഴുതി അവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷമായിരുന്നു ആത്മഹത്യ. മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് മഹേഷിനെതിരെ സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരായതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മൈക്രോ തട്ടിപ്പ് തന്റെ തലയിലാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മഹേഷിന് ആത്മഹത്യ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ തന്ത്രപരമായി കളിക്കുകയായിരുന്നു. മഹേഷിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി അകത്താകേണ്ടതായിരുന്നു. പിണറായി സഹായിച്ചതുകൊണ്ട് അത് സംഭവിച്ചില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ കോടതി ഉത്തരവ് ഉണ്ടായെങ്കിലും കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാൻ കഴിയില്ല. വിജിലൻസ് ആണ് വീണ്ടും അന്വേഷിക്കുക.
വീണ്ടും അന്വേഷണം നടത്തി വെള്ളാപ്പള്ളിയെ കുറ്റവിമുക്തനാക്കിയാൽ പിണറായിക്ക് നേട്ടം കൊയ്യാം. എന്നാൽ സ്വന്തം തട്ടകത്തിൽ വെള്ളാപ്പള്ളി കളിക്കില്ല. അതാണ് അദ്ദേഹത്തിന്റെ രീതി. ചാഴിക്കാടനെ മനസ്സുകൊണ്ട് ഇഷ്ടമായിരുന്നില്ല പിണറായിക്ക്. കോട്ടയം പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് മന്ത്രി വാസവൻ മാറി നിന്നതും തന്ത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇനി പിണറായി വെള്ളാപ്പള്ളി കളി വിജയിക്കില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ തന്ത്രങ്ങൾ പാർട്ടിയിൽ വില പോവില്ലെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. പിണറായി അല്ല, യെച്ചൂരി എതിർത്താലും വെള്ളാപ്പള്ളിയോട് ഗോവിന്ദൻ പൊറുക്കില്ല. അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യാനാണ് MV ഗോവിന്ദന്റെ നീക്കം. പകരം വീട്ടുന്ന MV ഗോവിന്ദന്റെ രീതിയാണ് കേരളം കാണാൻ പോകുന്നത്. വെള്ളാപ്പള്ളിക്ക് എന്ത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം അതാണ് CPM-ന്റെ തനത് രീതി.